നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ ആരംഭിക്കുന്നു. ഗസയിൽ ഇസ്രയേലിന്റെ നിഷ്ഠൂരമായ വ്യോമാക്രമണം തുടരുകയാണ്. കൊല്ലപ്പെട്ട ഫലസ്തീൻ പൗരന്മാരുടെ എണ്ണം 83ആയി. 17 കുട്ടികളും അതിൽപ്പെടും. ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ 6 ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലോദ്, ജാഫ അടക്കമുള്ള ഇസ്രയേൽ നഗരങ്ങളിൽ ജൂതരും അറബ് വംശജരും തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ ആഭ്യന്തര കലാപത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയിരിക്കുന്നു. പശ്ചിമേഷ്യ യുദ്ധത്തിലേക്കാണോ എന്നാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ TP ശ്രീനിവാസൻ, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ സജാദ് ഇബ്രാഹിം, വിദേശകാര്യ വിദഗ്ധൻ അധ്യാപകൻ, ശ്രീ സ്റ്റാൻലി ജോണി, വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ PK നിയാസ്, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ശ്രീ PJ വിൻസെന്റിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ സജാദ് ഇബ്രാഹിം, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇസ്രയേൽ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഗസയിലെ പ്രകോപനം നീണ്ടോ? ഇന്നിപ്പോൾ ഗസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് ആകെ 1600 റോക്കറ്റുകൾ ഇസ്രായേൽ ഭൂഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പലതും അയൺ ഡോമിനെ വെട്ടിച്ച് ഇസ്രായേലിൻ്റെ ഭൂഭാഗത്ത് വീണിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിതരേക്കാൾ കടുത്ത റെസിസ്റ്റൻസ് ഗസയുടെ ഭാഗത്ത് നിന്ന്, ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഇത് കുറെ കൂടി എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണോ? എന്താണ് താങ്കൾ കാണുന്നത്? അഭിലാഷ്, എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 70 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം ആണ് ഈ പറഞ്ഞ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം. ഇതിനും വലിയൊരു വിഷയം വേറെ ചർച്ച ചെയ്തിട്ടില്ല. എല്ലാ അന്താരാഷ്ട്ര സംഘടനകളിലെടുത്താലും പ്രത്യേകിച്ച് UN എടുത്താലും എവിടെ നോക്കിയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷേ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഇന്ന് വരെ കാണാനും കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു പ്രോ ഇസ്രയേലി ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ലോക സമൂഹം ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ, ശരിക്കും പറയുകയാണെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇതിപ്പോൾ ഒരു പുതുമയൊന്നുമല്ല. കഴിഞ്ഞ എത്രയോ 70 വർഷത്തിൽ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വീണ്ടും പ്രകോപനമാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് കുടിയേറ്റം നടത്താൻ വേണ്ടി, അതായത് ഈസ്റ്റ് ജെറുസലേമിൽ കുടിയേറ്റം ചെയ്യാൻ വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ തീരുമാനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് പല രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഹമാസും ഇസ്രായേലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഹമാസ് ഒരു ചെറിയൊരു പോരാളികൾ മാത്രമാണ്. ഗാസയിൽ മാത്രമാണ് അവരുടെ ചെറുത്തുനിൽപ്പ് നടക്കുന്നത്. ഗാസ പോലെയുള്ള ചെറിയ പ്രദേശങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവരവരുടെ പരമാവധി ശക്തി ഉപയോഗിച്ചാണ് അവർ ചെറുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്, അല്ലെങ്കിൽ അവരുടെ ഇസ്രായേലിനെ കാണുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിനെ കാണുന്ന ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1948 മുതൽ നഷ്ടപ്പെട്ട രാജ്യം അവർക്ക് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ കയ്യിലുള്ള മണ്ണ് നഷ്ടപ്പെടാതിരിക്കുക, വീണ്ടും വീണ്ടും അവിടെ നിന്ന് പുറത്താക്കപ്പെടാതിരിക്കുക, പാലസ്തീനികളെ കൂട്ടത്തോടെ ആട്ടിപ്പായിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജനസമൂഹത്തിൻ്റെ ഒരു വേദനയാണ് നമ്മൾ പല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാസ ചെറിയൊരു പ്രദേശമാണ്. 2005 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇസ്രായേൽ പരിപൂർണമായിട്ട് അവിടെ നിന്ന് പിന്മാറി. കാരണം അവിടെ കുടിയേറ്റം സാധ്യമല്ലാന്ന് ഇസ്രായേലിന് തോന്നി. വളരെ ചെറിയൊരു പ്രദേശമാണ്. പക്ഷേ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ ജെറുസലേമിലും ഇപ്പോഴും ഇസ്രായേൽ കുടിയേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ കുടിയേറ്റത്തിനെതിരായിട്ട് സംസാരിക്കാൻ ലോകത്ത് ഒരു മാധ്യമങ്ങളോ ഒരു ശക്തികളോ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യങ്ങളോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ ഇതിനെ അപലപിക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ സാധ്യതയുള്ള ഒരു രാജ്യം ഇപ്പോൾ ഇറാനാണ്. ഇറാനെതിരെയാണ് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെതിരായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ടർക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ ബഹുഭൂരിപക്ഷവും അമേരിക്കയെ ഭയന്ന് പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വലിയൊരു യുദ്ധത്തിലോട്ടൊന്നും പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ ഭീഷണിപ്പെടുത്തി കുറേ പലസ്തീനുകളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഹമാസിന് ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എനിക്കും പറഞ്ഞില്ല. ഹമാസിന് ഒരു പരിധിയുണ്ട്. തീർച്ചയായിട്ടും ഹമാസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ആ ചെറിയൊരു പ്രദേശത്ത് അവർ പല രീതിയിലും സംഘടിപ്പിക്കുന്ന ആയുധങ്ങൾ മാത്രമേ അവർക്കുള്ളൂ ഇക്കാര്യത്തിൽ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു ലിമിറ്റഡ് വാർ തന്നെ ആയിരിക്കും. പക്ഷേ ലിമിറ്റഡ് വാർ ആയിരിക്കും എന്നുള്ളതാണ് അങ്ങയിലേക്ക് വരാം. ശ്രീ സ്റ്റാൻലി ജോണി, ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഇസ്രായേലിനെയും ഹമാസിനെയും താരതമ്യം ചെയ്യുക തന്നെ അസാധ്യമാണ്. ഇസ്രായേൽ ലോകത്ത് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉള്ള, ആ നിലയ്ക്കുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള വളരെ ശക്തമായ ഒരു സൈനിക രാഷ്ട്രമാണ്. എങ്കിൽ ഹമാസ് എന്ന് പറയുന്നത് പലപ്പോഴും ക്രൂഡായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചെറു സംഘം മാത്രമാണ്. പക്ഷേ എന്നിട്ടും ഇപ്പോൾ താങ്കളുടെ ഇന്നത്തെ ഹിന്ദു അനാലിസിസിൽ പറഞ്ഞതുപോലെ തന്നെ
2014 50 ദിവസം കൊണ്ട് ഹമാസ് 4000 റോക്കറ്റ് വിട്ടെങ്കിൽ 3 ദിവസം കൊണ്ട് 1600 റോക്കറ്റ് വിടാൻ ഇത്തവണ ഹമാസിനെ സംബന്ധിച്ച് സാധിച്ചു. 7 ആഴ്ച കൊണ്ട് കഴിഞ്ഞ തവണ 2014 ഇസ്രായേൽ ഭാഗത്തുണ്ടായിട്ടുള്ള ആൾനാശം 24 മണിക്കൂർ കൊണ്ട് ഉണ്ടായി. അത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് എന്താണ് നടന്നിട്ടുള്ളത്? അതായത് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് എന്താ പറയാ, നമ്മള് ഇറ്റ്സ് ടു ഏർലി ടു റീച്ച് കൺക്ലൂഷൻസ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ജെറൂസലേമിൽ ഇസ്രായേൽ വയലൻസ് അഴിച്ചുവിട്ടപ്പോൾ, അലക്സ മോസ്ക് റെയ്ഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതുപോലെയുള്ള ഒരു പ്രതികരണം ഹമാസിൽ നിന്നുണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ ലീഡർഷിപ്പ് പോലും ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല. ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് ഇതില്. ഈ സർപ്രൈസ് എലമെന്റ് പൊതുവെ ഇസ്രായേലിനെ മുൻപും ഹോണ്ട് ചെയ്തിട്ടുള്ളതാണ് 1973 അതായത് ഓക്കെ, ജെറുസലേമിൽ ഒരു ലിമിറ്റഡ് സ്ഥലത്ത് ഇങ്ങനെ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളായിട്ട്. പ്രത്യേകിച്ചും റംസാന്റെ ആരംഭത്തോടെ അത് കൂടുതൽ ശക്തിപ്പെടുകയുണ്ടായി. ഇപ്പോ ജെറൂസലേമില് ഷെയ്ഖ് ജാറായിൽ ആളുകൾ എവിക്ഷൻ നേരിടുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജെറൂസലേമിലും മറ്റും. പക്ഷെ ഇത് 2014 ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ദാറ്റ് വാസ് അൺഎക്സ്പെക്ടഡ്. കാരണം ഹമാസ് തിങ്കളാഴ്ച രാവിലെയാണ് ഇസ്രായേലി പട്ടാളം, ഇസ്രായേലി പോലീസും സൈന്യവും അലക്സയിലുള്ളിൽ കടക്കുന്നത്. അന്ന് 6 മണിക്കുള്ളിൽ പിൻവാങ്ങണമെന്നായിരുന്നു ഹമാസിന്റെ അൾട്ടിമേറ്റം. അതെന്തായാലും ഇസ്രായേൽ വാസ് നോട്ട് ഗോയിങ് ടു മീറ്റ് ദാറ്റ്. അപ്പൊ അതിനുശേഷം ഉടനടി ഹമാസ് റോക്കറ്റ് ആക്രമണം തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഇത്തവണത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ തവണ 7 ആഴ്ച കൊണ്ട് 4000 റോക്കറ്റാണ് വിട്ടതെങ്കിൽ ഇത്തവണ ഹമാസ്, അതായത് ഈ അയൺ ഡോമിന്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് അയൺ ഡോമിനുണ്ട്. അത് എല്ലാ മാൻമെയ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിനും ഉണ്ടാവുമല്ലോ. ഇപ്പൊ മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന് 100% ആക്യുറസി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതിനു മുൻപ് കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പ്രധാനമായിട്ടും ഗാസയിൽ നിന്ന് റോക്കറ്റ് അയച്ചിരുന്നത് ഇസ്ലാമിക് ജിഹാദോ അതുപോലുള്ള ചെറിയ മിലിറ്റന്റ് സംഘങ്ങളോ ആയിരുന്നു. ഹമാസ് വാസ് ഫോക്കസ്ഡ് ഓൺ ഗവേണൻസ്. കാരണം ഹമാസ് ആണ് ഗാസ ഭരിക്കുന്നത്. പക്ഷെ ഇത്തവണ ഹമാസ് ആണ് നേരിട്ട് ഈ ഒരു ആക്രമണത്തിൽ പങ്കുചേരുന്നത്. ഇസ്രായേലിന് അൾട്ടിമേറ്റം ഇഷ്യൂ ചെയ്യുന്നത് ഹമാസ് ആണ് നേരിട്ട് യുദ്ധത്തെ ഏറ്റെടുക്കുന്നത്, ഈ ഒരു റോക്കറ്റ് ആക്രമണത്തെ ഏറ്റെടുക്കുന്നത്. അപ്പോ ഇവരുടെ ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു, ഒന്ന്, ഹമാസ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഹമാസ് നല്ല രീതിയിൽ അവരുടെ ഒരു റോക്കറ്റ് വെപ്പൻട്രി അമാസ് ചെയ്തിട്ടുണ്ട്. കാരണം അതില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ റോക്കറ്റും ആദ്യത്തെ 2 ദിവസം ഫയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റോക്ക് പൈൽ ഇല്ലാതെ ഈ 1600 റോക്കറ്റ് 3 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. 2, ഇപ്പൊ 2006 ലബനോൻ യുദ്ധത്തിൽ, ഹിസ്ബുള്ള ആയിട്ടുള്ള ലബനോൻ യുദ്ധത്തിൽ ഉണ്ടായതുപോലെ, അതായത് ഹിസ്ബുള്ള ചെയ്യുന്നത് അതേ സമയം ഒരു വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം 100 കണക്കിന് റോക്കറ്റ് ഫയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം വിൽ കം അണ്ടർ പ്രഷർ. അപ്പൊ അതാണ് ഇത്തവണ ഹമാസും പ്രയോഗിച്ചത്. ഇപ്പോ തിങ്കളാഴ്ച രാത്രി ഹമാസ് 5 മിനിറ്റിനുള്ളിൽ 137 റോക്കറ്റ് ഫയർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അയൺ ഡോമിന് അതെല്ലാം ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയും പല റോക്കറ്റുകളും ടെലവീവിലും മറ്റു പല ഭാഗങ്ങളിലും വീഴുകയും ആൾനാശം ഉണ്ടാവുകയും വൻ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇസ്രായേലിന്. അപ്പൊ ഈ ഒരു അയൺ ഡോം സിസ്റ്റത്തിനെ എങ്ങനെയാണ് വർക്ക് അറൗണ്ട് ചെയ്യുക, അതെങ്ങനെയാണ് അതിനെ തുളഞ്ഞ് റോക്കറ്റ് ഇസ്രായേലിനെ ബാധിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇത്തവണ കാര്യങ്ങൾ മാറുന്നത് നമുക്ക് കാണാം. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 48 മണിക്കൂറിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഇസ്രായേലിന് പിൻവാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഇൻവേഷനെ പറ്റി പറയുന്നത്. ഗ്രൗണ്ട് ഇൻവേഷന്റെ ഒരു റിസ്ക്, ഇതിന്റെ 2 സൈഡുണ്ട്. ഗ്രൗണ്ട് ഇൻവേഷന്റെ ഒരു ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇസ്രായേലി ട്രൂപ്സ് ഗാസയിൽ ചെല്ലുന്നു, ഹമാസിനെ നേരിട്ട് ഹണ്ട് ഡൗൺ ചെയ്യുന്നു, ഹമാസ് ആളുകളെ വധിക്കുന്നു, ഇല്ലായ്മ ചെയ്യുന്നു, എക്സെട്ര. ഹമാസിന് മാത്രമല്ല, ഇസ്രായേലിന്റെ ഒരു വാർ കൺസെപ്റ്റിൽ ഗാസയിലുള്ള എല്ലാവരും ആക്രമണത്തിന് വിധേയരാകാൻ പറ്റുന്ന ആളുകളാണെന്നാണ് ഉള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഗ്രൗണ്ട് ഇൻവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗാസ ഹമാസിന്റെ സ്ഥലമാണ്. കാര്യം ഒരു 345 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണെങ്കിൽ തന്നെയും ഹമാസിന്റെ സ്ഥലമാണ്. ഇസ്രായേലിന്റെ കാഷ്വാലിറ്റിയും കൂടും. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് ഇതൊരു യുദ്ധമല്ലല്ലോ. ബേസിക്കലി ഇതൊരു യുദ്ധമല്ല. ഇത് 2 കൺവെൻഷണൽ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല. ഇത് ഒരു ഭാഗത്ത് പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ഒരു മിലിറ്ററി ഫോഴ്സും മറ്റേ ഭാഗത്ത് ഒരു ചെറിയ മിലീഷ്യ ഗ്രൂപ്പും തമ്മിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ഇസ്രായേലിനെ സംബന്ധിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യേണ്ടി വരും. നേരെ തിരിച്ച് ഹമാസിന് സർവൈവ് ചെയ്താൽ മതി. സർവൈവ് ചെയ്ത് അത് എല്ലാ അസിമെട്രിക്
യുദ്ധത്തിന്റെയും ഒരു കാര്യമാണ്. ഹിസ്ബുള്ള 2006 ഹിസ്ബുള്ള അത് തന്നെയാണ് ചെയ്തത്. 30 ദിവസം ഇസ്രായേൽ ഹിസ്ബുള്ളയെ ബോംബ് ചെയ്തിട്ട് 30ാമത്തെ ദിവസവും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ചു എന്നുള്ളതാണ്. 2006 ശേഷം കഴിഞ്ഞ ഇത്രയും നാളായിട്ട് അതിനുശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളയെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഹിസ്ബുള്ള 2006 എസ്റ്റാബ്ലിഷ് ചെയ്ത ഡിറ്ററൻസിലേക്ക് ഇപ്പോൾ ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് വരുന്നുണ്ടോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതാണ് ഒരുപക്ഷെ കൗതുകകരമായിട്ടുള്ള കാര്യവും കാത്തിരിക്കുന്ന കാര്യവും. ശ്രീ പി ജെ വിൻസെന്റ് കൂടി. ശ്രീ പി ജെ വിൻസെന്റ്, ഇക്കാര്യത്തിൽ ഒരു കരയുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. ഗാസയിൽ ഒരു കരയുദ്ധം തന്നെ നടത്തിയേക്കാം എന്ന ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. ഈ വ്യോമാക്രമണത്തിന് പുറമെ അവരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലി നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മിശ്രിത പോപ്പുലേഷനുള്ള അറബ് വംശജർ കൂടിയുള്ള ഇസ്രായേലി നഗരങ്ങളിൽ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യം വരികയുമാണ്. അതായത് ഈ അൽ അക്സയിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ട് പോയിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ എന്താണ് താങ്കൾ ഇനി പ്രതീക്ഷിക്കുന്നത്? ഡോക്ടർ വിൻസെന്റ് കേൾക്കാമോ? കേൾക്കാം. ഈ 3 പ്രധാനപ്പെട്ട സംഘർഷങ്ങളാണ് ഗസയിൽ ഉണ്ടായിട്ടുള്ളത്. 2006 പലസ്തീന്റെ വിഭജനത്തിന് ശേഷം, പലസ്തീന്റെ വിഭജനം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ഫലസ്തീൻ അതോറിറ്റിയുടെ, ഫത്താഹ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലും ഗസ ഹമാസ് പാർട്ടിയുടെ നിയന്ത്രണത്തിലും ആയത് 2006 കൂടിയാണ്. അതിനുശേഷം 3 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജിന് ശേഷം ഇരു കക്ഷികളും തമ്മിൽ വലിയ രൂപത്തിലുള്ള സംഘർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അത് അവസാനിച്ചുകൊണ്ടാണ്, സമാധാനപരമായ എല്ലാ ഇടപെടലുകളും അവസാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ പറഞ്ഞ ഒരു സുഹൃത്ത് സംസാരിച്ചത് വളരെ കറക്റ്റാണ്. ഒരു യുദ്ധമല്ല, ഒരു ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ ആണ് അവിടെ നടക്കുന്നത്. ഒന്ന്, ഒരു രാജ്യത്തിന്റെ സംഘടിതമായ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൈന്യം, മറുഭാഗത്ത് മിലീഷ്യ എന്ന് പറയാവുന്ന ഹമാസ് പോരാളികളാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഗാസ പോലെയുള്ള ഒരു നഗരം ലോകത്തിലെ തന്നെ ഏറ്റവും തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ജനസംഖ്യ നിരക്ക് വളരെ അധികമാണ്, റിസോഴ്സസ് വളരെ കുറവാണ്. അവർക്കാകെപ്പാടെ 2 അതിർത്തികളാണുള്ളത്. ഒരു ഭാഗത്ത് തെക്കൻ ഭാഗത്ത് ഈജിപ്തും ബാക്കി ഭാഗങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലും, പിന്നെ കടലും. ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ പ്രദേശത്തെ സമ്പൂർണ്ണമായി ഇസ്രായേൽ അതിന്റെ സ്വാധീനത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഗാസയിലുള്ള വെള്ളത്തിന്റെ വിതരണം, വാട്ടർ സപ്ലൈ പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തില്ല. വൈദ്യുതിയുടെ സപ്ലൈ ഇസ്രായേലിന്റെ നിയന്ത്രണത്തില്ല. അവരുടെ സഞ്ചാരം പൂർണ്ണമായിട്ടും ഇസ്രായേലാണ്. അവർ പുറത്തു പോകണമെങ്കിൽ, അകത്തേക്ക് വരണമെങ്കിൽ അവരുടെ ചെക്ക് പോസ്റ്റ് ചെക്കിങ്ങിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരർത്ഥത്തിൽ ഒരു ഒക്കുപ്പൈഡ് ടെറിട്ടറി ആയി നിൽക്കുന്ന പ്രദേശമാണ് ഗാസ. അവിടെ ആ ജനത നടത്തുന്ന പ്രതിരോധത്തെ ഒരു യുദ്ധം എന്ന നിലയ്ക്ക് കാണാൻ പറ്റില്ല. അതേസമയം ഹമാസ് പല ഘട്ടങ്ങളിലും ഒരു ടെററിസം, ഒരു വാർഫെയർ എന്ന നിലയിൽ അവർ പ്രയോഗിക്കുന്നുണ്ട്. കാരണം അതിശക്തമായ ഇസ്രായേലി സൈന്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ ഒരു പരമ്പരാഗതമായ രൂപത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞും സ്വയം ബോംബുകളായി പൊട്ടിത്തെറിച്ചും മിസൈൽ പറത്തിയിട്ടൊക്കെയാണ് അവർ പ്രതിരോധം കൊണ്ടുവരുന്നത്. പക്ഷേ ഇത്തവണ വന്നിട്ടുള്ള 2 മാറ്റങ്ങൾ. ഒന്ന്, അയൺ ഡോം എന്ന് പറയുന്ന അവരുടെ വളരെ ഫലപ്രദമായിട്ടുള്ള മിസൈൽ വേദ സംവിധാനത്തെ അതിശയിപ്പിച്ചുകൊണ്ട്, അതിനെ വിദഗ്ധമായി കമ്പളിപ്പിച്ചുകൊണ്ട് നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിന്റെ അധിനിവേശ കേന്ദ്രങ്ങളിലേക്ക് അയക്കാൻ ഹമാസിന് സാധിച്ചു. ഇതിനകത്ത് ഒരു സങ്കടകരമായ വസ്തുതയുള്ളത്, ഇസ്രായേൽ ചെയ്യുന്ന കൊടുംക്രൂരത നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ, അതിനെ ശക്തമായി വിമർശിക്കുമ്പോൾ തന്നെ, ഈ ഹമാസ് അയച്ചിട്ടുള്ള റോക്കറ്റുകൾ പലതും ഇസ്രായേലിന്റെ അധിനിവേശ മേഖലയിൽ, ഇസ്രായേലിന്റെ ജനാധിപത്യ കേന്ദ്രങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് എന്നുകൂടി കാണാം. അങ്ങനെയാണ് മലയാളിയായ നമ്മുടെ സഹോദരി സൗമ്യയ്ക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പോ അത് ഒരു ഘടകം. ഈ അയൺ ഡോം എന്ന് പറയുന്നത് സർഫസ് എയർ മിസൈൽ സിസ്റ്റം തന്നെയാണ്. സർഫസ് എയർ മിസൈൽ സിസ്റ്റത്തെ ഒരു പ്രതിരോധ സംവിധാനമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ അയൺ ഡോം എന്ന് പറയുന്ന മിസൈൽ വേദ സംവിധാനം. അതിനെ സൂക്ഷ്മമായി തന്നെ ലഭിക്കാൻ അവർക്ക് സാധിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, 48 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, 48-ൽ ഇസ്രായേൽ ഉണ്ടായ സമയത്ത് തന്നെ ഏകദേശം വലിയൊരു ശതമാനം അറബികൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 80 ലക്ഷത്തോളം വരുന്ന ജൂത ജനസംഖ്യയിൽ 10 ലക്ഷത്തോളം അറബികളുണ്ട്. അതായത് ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള അറബികളുണ്ട്. ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള അറബികൾക്ക് അവരുടെ ഈ ജൂതന്മാരുടെ അല്ലെങ്കിൽ ഈ യൂറോപ്പിൽ നിന്ന് വന്നവരുടെ ജനാധിപത്യ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഇസ്രായേലിനകത്ത് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ 1967 യുദ്ധം, 73 യുദ്ധം, 1987 മുതൽ 93 വരെയുള്ള ഒന്നാം ഇന്തിഫാദ, 2000 ആരംഭിച്ച രണ്ടാം ഇന്തിഫാദ, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗാസയിലുള്ള 3 സംഘർഷങ്ങൾ, ഇതിന്റെ ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇസ്രായേലിലുള്ള അറബികൾ ഒരു കലാപം നടത്തുകയോ ഇസ്രായേൽ സർക്കാരിനെതിരായിട്ട് തെരുവിലിറങ്ങുകയോ ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മാറി ടെല്ലബീബിലും ലോത് പോലുള്ള നഗരങ്ങളിലെല്ലാം ഒരു സ്ട്രീറ്റ് വാർ, ഇരു വിഭാഗവും അറബികളും ജൂതന്മാരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ജനതയും നമ്മൾ അടിച്ചമർത്തുക, കുറേ കാലം നിരന്തരമായി അടിച്ചമർത്തുക എന്നുള്ളത് സാധ്യമല്ല. പലസ്തീനികളുടെ ന്യായമായ ആവശ്യമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ ഇസ്രായേൽ പോകണം. ഗാസയും വെസ്റ്റ് ബാങ്കും ചേർത്തൊരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സയനിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെയാണ് അതിന് ഏറ്റവും വലിയ തടസ്സം. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇതിനുവേണ്ടി രംഗത്തിറങ്ങി. തീർച്ചയായിട്ടും അത് ഗൗരവപൂർണ്ണമായ വിഷയമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ സജ്ജാദ് ഇബ്രാഹിം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഈ റമദാൻ മാസത്തിൻ്റെ അവസാനത്തിൽ എന്തിനായിരുന്നു ഇസ്രായേൽ ഗസയിൽ ഒരു പ്രകോപനം സൃഷ്ടിച്ചത്? അൽ അക്സ പള്ളിയിൽ എന്തിനാണ് അങ്ങനെയുള്ള ബ്രൂട്ടലായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചാൽ, ഈ ഇസ്രായേലിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും അതിലൊരു പങ്കുണ്ടല്ലോ. നെതന്യാഹു കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലായിട്ടും അദ്ദേഹത്തിന് ഒരു ക്ലിയർ മെജോറിറ്റി നേടി അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. പ്രതിപക്ഷം സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത മുന്നിൽ നിൽക്കെ, പ്രത്യേകിച്ച് ഈ അഴിമതി കേസുകളും മറ്റ് കേസുകളും ഒക്കെ നേരിടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അധികാര നഷ്ടം എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് 7 വർഷത്തിന് ശേഷം വീണ്ടും പശ്ചിമേഷ്യയിൽ ഇങ്ങനെയുള്ള ചോരപ്പുഴ ഒഴുകുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിൽ കൂടി ആകാം ഈ തരത്തിലുള്ള പ്രകോപനം അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ഫലം കാണുന്നതിനപ്പുറത്തേക്ക് ഒരു ടോട്ടൽ കായോസിലേക്ക് ഇസ്രായേൽ പോകുന്ന സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ അവിടുത്തെ ഈ സാമൂഹ്യ സംഘർഷങ്ങൾ കൂടി കാണുമ്പോൾ? അഭിലാഷ് പറഞ്ഞ കറക്റ്റാണ്. കാരണം നെതന്യാഹുവിന് അധികാരം നഷ്ടപ്പെടാൻ വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഏതാണ്ട് എനിക്ക് മനസ്സിലാക്കുന്ന 1 മാസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞ നെതന്യാഹു പുറത്താവും. അപ്പോൾ നെതന്യാഹുവിൻ്റെ കഴിഞ്ഞകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, നെതന്യാഹു എന്നാണോ അവിടെ വന്നിട്ടുള്ളത് അവിടെയെല്ലാം നെതന്യാഹു സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറഞ്ഞാൽ തീവ്ര വലതുപക്ഷ നിലപാടാണ്. പാലസ്തീനികൾക്കെതിരെ ഒരു രീതിയിലുമുള്ള കോംപ്രമൈസ് പാടില്ല എന്നുള്ള സമൂഹം, അതായത് കഴിയുന്നതും ആ രീതിയിലൊരു വോട്ട് ബാങ്കാണ്. അവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ട് ശരിക്കും. ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരെയും സ്വാധീനിക്കുക. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറേ മുമ്പ് വായിച്ചുള്ള ചില റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ളത്, ഇസ്രായേലിൽ തന്നെ കാര്യമായ ഒരു ജനസമൂഹം സമാധാനം വേണം ആഗ്രഹിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നെതന്യാഹുവിന് വിചാരിച്ച രീതിയിലുള്ള ഏതാണ്ട് ജനപിന്തുണ കിട്ടുന്നില്ല. ഇലക്ഷനിലൊക്കെ പലപ്പോഴും വളരെ കഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളൊരു തന്ത്രമാണ് നെതന്യാഹു പ്രയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെയുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധി അവിടെ കൊണ്ടുവന്നു നിർബന്ധപൂർവം അവിടെ നിന്ന് ഏതാണ്ട് 40ഓളം പാലസ്തീനികളെ ഈസ്റ്റ് ജെറുസലേമിൽ, കിഴക്കൻ ജെറുസലേമിൽ നിന്ന് ഒഴിപ്പിക്കുക. ആർക്ക് വേണ്ടിയാണ്? കുടിയേറ്റക്കാരായ ജൂതന്മാർക്ക് വേണ്ടി. ജൂതന്മാരെ അവിടെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് അവരെ കുടിയൊഴിപ്പിക്കുന്നത്. അതാണ് അവിടെ പ്രകോപനം സൃഷ്ടിക്കുകയും അത് പലസ്തീനികൾക്ക് എതിർക്കാൻ തുടങ്ങിയപ്പോഴാണ് അൽ അക്സ മോസ്ക്. അൽ അക്സ മോസ്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 3ാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പള്ളിയിൽ കടന്നു കയറിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, ചവിട്ടി നശിപ്പിക്കുന്നതും. അപ്പോൾ ഇത് ലോകത്ത് എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും വളരെ ഭയാനകമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കൻ ജെറുസലേമിൽ നടക്കുന്ന കാര്യങ്ങൾ നാളെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടക്കാം. അപ്പോൾ ഹമാസിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരേ ഒരു വേരോട്ടമുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഏരിയ എന്നുള്ളത് ഹമാസ് മാത്രമാണ് ഇന്ന് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ പൊരുതുന്നത്. പഴയ PLO ഒക്കെ പോയി. PLO ഇപ്പം നമുക്കിവിടെ മുഹമ്മദ് അബ്ബാസിൻ്റെ അൽഫത്ത എന്ന് പറഞ്ഞ സാധാരണ ഒരു സംഘടന ഇപ്പോൾ വളരെ ക്ഷയിച്ചു പോയി. അത് അമേരിക്കയുടെ സ്വാധീനത്തിൻ്റെ കീഴിലുമാണ് വെസ്റ്റ് ബാങ്കിലും. അപ്പോൾ ഇപ്പോൾ മുന്നിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഹിസ്ബുല്ല പോലെയുള്ള ഒരു സംഘടനയുടെ ഒരു മാതൃകയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഹമാസാണ്. അപ്പോൾ ഹമാസിന് മാത്രമാണ് ഇപ്പോൾ അവിടെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നത്, പാലസ്തീനികൾക്ക് വേണ്ടി വാദിക്കുന്നത്. എന്തെങ്കിലും നാളെ ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ തന്നെയും ഹമാസ് വിചാരിച്ചത് നടക്കുകയുള്ളൂ. ഇസ്രായേൽ ശക്തമായ പോരാട്ടം നടത്തിയാലേ നാളെയെങ്കിലും കുറച്ച് ആൾക്കാരെ വീണ്ടും കുടിയൊഴിപ്പിക്കാൻ വരികയാണെങ്കിൽ
ആ സാഹചര്യം, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈസ്റ്റ് ജെറുസലേമിലെ കിഴക്കൻ ജെറുസലേമിൽ നിന്ന് പരമാവധി പാലസ്തീനുകളെ കുടിയൊഴിപ്പിക്കാനുള്ളൊരു തന്ത്രമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാലും വലിയ ഈ പറഞ്ഞ പോലെ ഹമാസിൻ്റെ അതിൻ്റെതായ ഒരു ലിമിറ്റേഷനുണ്ട്. ആ ലിമിറ്റേഷൻ കഴിഞ്ഞ് പോകാൻ പറ്റില്ല. പക്ഷേ ഹമാസ് അതിൻ്റെ ഒരു പരിപൂർണ്ണ ശക്തി കാണിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കാഷ്വാലിറ്റി പരമാവധി വരാനും സാധ്യതയുണ്ട്. അതിൽ ഇസ്രായേൽ ഒരു പക്ഷേ ഒരു ഭയം ഉണ്ടാവണം. ഭയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഹമാസിൻ്റെ ഒരു തന്ത്രപരമായ ഒരു നീക്കമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിർണായകമായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ്, അന്താരാഷ്ട്ര തലത്തിലൊരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയുള്ളൊരു പ്രഷറാണ് ഇവിടെ ഹമാസ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വരുന്ന നാളുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ശ്രീ സ്റ്റാൻലി ജോണി, ഇപ്പോൾ നമ്മൾ ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഫലസ്തീനിലെ രാഷ്ട്രീയ സാഹചര്യവും ഒരർത്ഥത്തിൽ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഫത്ത പാർട്ടി പിന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹമാസിനെ സംബന്ധിച്ച് ഗസയിൽ നിന്ന് മുഴുവനായും ഒരു വിപുലീകരണത്തിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവർക്ക് അപ്പർ ഹാൻഡ് നേടാൻ കഴിയുന്ന വിധത്തിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലയിൽ കൂടിയുള്ള അവലോകനം സാധ്യമാവുമ്പോൾ പലസ്തീൻ അതോറിറ്റിയൊക്കെ തീരെ വീക്കായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സായി ഹമാസ് വരാനുള്ള ഒരു അവസരമായി ഈ വിഷയം മാറുകയാണോ, ഈ പ്രശ്നം മാറുകയാണോ? നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉള്ള ഒരു ലാർജർ, നമ്മൾ കഴിഞ്ഞ 7 വർഷത്തെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഹമാസ് ഇപ്പോ ഇതിനു മുൻപ് ഹമാസ് ഒരു റെസിസ്റ്റൻസ് സംഘടനയായിരുന്നു, ഒരു മിലിറ്റന്റ് സംഘടനയായിരുന്നു. ഇന്ന് ഹമാസ് ഗവൺമെന്റ് ആണ് ഗാസയില്. അപ്പൊ ഗാസ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ബ്ലോക്കേഡിലാണ്, ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെയും ബ്ലോക്കേഡിലാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട്. അപ്പൊ എല്ലാം നിയന്ത്രിക്കുന്നതും അവിടെ ആര് അകത്ത് കിടക്കണം പുറത്ത് കിടക്കണം എന്ന് വേണ്ട ഇക്കണോമിക് റിസോഴ്സസ്, അവരുടെ എയർ സ്പേസ്, മാരിടൈം സ്പേസ് എല്ലാം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ സ്വാഭാവികമായും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളും ദുരിതങ്ങളും മറ്റും എല്ലാം ഗാസയിലുണ്ട്. ഇത് വളരെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡും കൂടിയാണ്. കോവിഡിന്റെ ഔട്ട് ബ്രേക്കോട് കൂടി അവിടെ ജനജീവിതം കൂടുതൽ ക്ലേശകരമായി. അപ്പൊ ആളുകൾ സ്വാഭാവികമായും ഹമാസിന്റെ റെസിസ്റ്റൻസിനോട് അനുഭാവം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യും, അല്ലെ? അതുകൊണ്ട് ഹമാസ് ഒരേ സമയം തന്നെ ഹമാസിന്റെ ലെജിറ്റിമസി വരുന്നത് ഇസ്രായേലിനോടുള്ള ചെറുത്തുനിൽപ്പിൽ നിന്നാണ്. അതേസമയം തന്നെ ഗവർണൻസ് ഇഷ്യൂസ് ഹമാസ് നേരിടുന്നുണ്ട്, ക്രിറ്റിസിസം നേരിടുന്നുണ്ട് ഗാസയ്ക്കുള്ളിൽ. 2014 ശേഷം ഹമാസ് ജനറലി ഈ സമരമുഖത്ത് നിന്ന് പിൻവാങ്ങി ഗവർണൻസിലും മറ്റ് ഇഷ്യൂസ് പരിഹരിക്കുന്നതിനെയുമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് ഗാസയിലെ മറ്റു ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഹമാസിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക് ജിഹാദ് പോലുള്ള മറ്റ് സംഘടനകളുണ്ട്. അവർ പറയുന്നത് അവരാണ് ഇസ്രായേലിനെതിരെ നിൽക്കുന്നത്, ഹമാസ് അല്ല എന്നുള്ള വിമർശനം ഹമാസ് നേരിടുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് ഹമാസ് നേരിടുന്ന ഈ ചലഞ്ചസ്, മറുഭാഗത്ത് നമ്മൾ ഒരു ലാർജർ പാലസ്തീനിയൻ പൊളിറ്റിക്സിന്റെ ഒരു തിയേറ്റർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫത്ത ശരിയാണ്. ഫത്ത വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിൽ തുടരുന്നത് അവിടെ ഇലക്ഷൻ ഒന്നും നടക്കാത്തത് കൊണ്ടാണ്. ഇവിടെ 2005 നടന്ന ഇലക്ഷനിൽ ഹമാസ് ആണല്ലോ ജയിച്ചത്. അതിനുശേഷം പലസ്തീനിലെ ഇലക്ഷനേ നടന്നിട്ടില്ല. ഹമാസ് ഇലക്ഷനിൽ ജയിച്ച ഹമാസ് ഗവൺമെന്റിനെ പിരിച്ചുവിടുകയാണ് ചെയ്തത് അബു മേസൻ, പാലസ്തീനിയൻ അതോറിറ്റി പ്രസിഡന്റ്. അപ്പോ ഫത്ത അവിടെ ഭരണത്തിലിരിക്കുന്നതിന്റെ കാരണം തന്നെ അവിടെ ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇത്രയും വർഷത്തിന് ശേഷം, 1.5 പതിറ്റാണ്ടിന് ശേഷം ഇലക്ഷൻ നടത്താൻ അബു മേസൻ തീരുമാനിക്കുന്നത്. ആ ഇലക്ഷൻ മെയ് 22-ാം തീയതി നടക്കാനിരുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം അവസാനം അതിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇലക്ഷൻ ഇപ്പോൾ നടന്ന ഫത്ത ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ഫത്ത ജയിക്കില്ലെന്ന് മാത്രമല്ല, ഫത്ത വാസ് എക്സ്പെക്ടിങ് എ റൗട്ട്. കാരണം ഫത്തയുടെ ഉള്ളിൽ തന്നെ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുണ്ട് ഒരു ഭാഗത്ത്. നേരെ തിരിച്ച് ഹമാസ് ഈ നേരിടുന്ന പ്രശ്നങ്ങൾ, ഗാസയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഹമാസ് നിലനിൽക്കുന്നത് ഇപ്പോൾ പാലസ്തീൻ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ആയിട്ടാണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇലക്ഷൻ കൂടെ നടന്നു കഴിഞ്ഞാൽ ഹമാസ് കുറെ കൂടി ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഇതിന്റെ ഒരു റീജിയണൽ ആംഗിൾ നോക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷം അബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്യപ്പെട്ടു. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ 4 രാജ്യങ്ങൾ ഇസ്രായേലുമായി കരാറുണ്ടാക്കി. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. പരസ്യമായിട്ട് നോർമലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ തന്നെയും ബാക്ക് റൂം കോണ്ടാക്ട് നടക്കുന്നുണ്ട്. അപ്പൊ പണ്ട് 2002 അറബ് ലീഗ് കൺസെൻസസ് എന്ന് പറയുന്നത് പാലസ്റ്റൈൻ ഇഷ്യൂ പരിഹരിച്ചു കഴിഞ്ഞാൽ, സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ
ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുമെന്നുള്ളതായിരുന്നു. അറബ് ലീഗ് കൺസെൻസസ് പോയി ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അബ്രഹാം അക്കോർഡ്സിന് ശേഷം അത് താറുമാറായി. അതുപോലെ അമേരിക്കൻ എംബസി ജെറൂസലേമിലേക്ക് മാറ്റി ടെലവീവിൽ നിന്ന്. അപ്പോ പാലസ്റ്റൈൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ഒരു പീസ് പ്രോസസ് ഇല്ല. രണ്ട്, അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഫത്ത എന്ന് പറയുന്നത് വളരെ വീക്കാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് എനിമോർ. അവര് ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് അബു മേസൻ 85 വയസ്സായി. അബു മേസൻ എന്താ പറയാ, ഒന്നും ചെയ്യാൻ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ശേഷിയുള്ള ഒരാളായിട്ട് കാണപ്പെടുന്നില്ല. ഒന്ന്. രണ്ട്, അപ്പൊ മൂന്ന്, അറബ് രാജ്യങ്ങൾ കൂടെ അറ്റ്ലീസ്റ്റ് വാക്കാലെങ്കിലും പാലസ്തീൻ ഇഷ്യൂവിനെ പിന്തുണച്ചിരുന്ന അറബ് രാജ്യങ്ങളും പാലസ്തീൻ ഇഷ്യൂ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേലുമായി അടുക്കുന്നു. ജെറൂസലേം ക്വാർട്ടറ്റിന്റെ പ്രസ്താവനയിൽ പോലും പറയുന്നത് ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് പാലസ്തീൻ രാഷ്ട്രം 1967 ബോർഡറിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ജെറൂസലേം അതിന്റെ തലസ്ഥാനമായിട്ട് വേണമെന്നാണ്. അതായിരുന്നു ഇന്ത്യയുടെയും ഇപ്പോഴും ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് അതാണ്. പക്ഷെ ജെറൂസലേമിനെ പറ്റിയുള്ള ക്ലെയിം പോലും നഷ്ടപ്പെടുന്നു. അമേരിക്ക എംബസി മാറ്റുന്നു. അങ്ങനെ ഒരു ഡൊമസ്റ്റിക്കലി, റീജിയണലി ആൻഡ് ഇന്റർനാഷണലി പാലസ്തീൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആങ്കർ, ഈ ഒക്യുപ്പേഷനെതിരെയുള്ള ആങ്കർ, നിസ്സഹായാവസ്ഥ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഒരു ട്രിഗർ പോയിന്റിലേക്ക് ഇപ്പോൾ എത്തിയത്. അപ്പൊ അതാണ് ഹാമാസ് സീസ് ഓൺ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ ഒരു ആങ്കറിനെ ഇപ്പൊ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ഹാമാസ് ആണ്. ഹാമാസിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് നിങ്ങൾക്ക് എതിർപ്പോ അനുകൂലമായിട്ടുള്ള നിലപാടോ എന്തുകൊണ്ടാവാം, ദാറ്റ് ഈസ് എ ഡിഫറെന്റ് മാറ്റർ ഓൾ ടുഗദർ. പക്ഷെ റിയാലിറ്റി നമ്മൾ നോക്കുമ്പോൾ, പാലസ്തീൻ പൊളിറ്റിക്കൽ സ്പേസ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് ഒക്യുപ്പേഷന് കീഴിൽ ജീവിക്കുന്ന ഒരു എന്താ പറയാ, ദേ ആർ നോട്ട് സീയിങ് ദ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ പാലസ്തീനിയൻസ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഹാമാസ് മാത്രമാണ് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് ചെയ്യുന്നത് എന്ന് കാണാം പാലസ്തീനിയൻ ലീഡർഷിപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും. ഓക്കെ, മുൻ അംബാസഡർ ശ്രീ ടി പി ശ്രീനിവാസൻ കൂടി. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ എയർ സ്ട്രൈക്കുകൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് 87 ആളുകൾ, അതിൽ സിവിലിയന്മാരാണ്, 87 പേർ ഗാസ സ്ട്രിപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 17 കുട്ടികളുണ്ട്. അന്താരാഷ്ട്ര സമൂഹം, ഐക്യരാഷ്ട്രസഭ ഒക്കെ ഇടപെടേണ്ട ഇതുപോലത്തെ വലിയൊരു മനുഷ്യാവകാശ ലംഘനം, ചെറിയ കുട്ടികളടക്കം ഇങ്ങനെ കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കാൻ പാടുണ്ടോ? ഇല്ല, തീർച്ചയായും ഐക്യരാഷ്ട്രസഭ എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയർ ഉണ്ടാകാൻ ശ്രമിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം യുദ്ധം തുടരണമെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന് വിജയിക്കണമെന്നോ അമേരിക്കയ്ക്ക് ആഗ്രഹം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഈ യുദ്ധം നിർത്താനുള്ള ശ്രമം തുടരും. അവിടെ ഇപ്പൊ ഇന്ത്യ ഒരു മെമ്പറാണല്ലോ. അപ്പൊ ഒരു നോൺ പെർമനന്റ് മെമ്പറായിട്ട് നമ്മൾ നോൺ അലൈൻ കോക്കസ് എന്ന് പറയുന്ന നോൺ പെർമനന്റ് മെമ്പർഷിപ്പിന്റെ ഗ്രൂപ്പിലായിരിക്കും പ്രവർത്തിക്കുക. അപ്പൊ അവിടെ തീർച്ചയായും ഇത് അവസാനിപ്പിക്കാൻ തന്നെ ആയിരിക്കും ശ്രമിക്കുക. പക്ഷെ ഞാനൊരു പോയിന്റ്, നമ്മൾ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, എല്ലാ പോയിന്റ്സും അവരുടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഒരു പുതിയ ആശയം ഈ സംഭവത്തിന് പുറകിൽ ഒരുതരം വാക്സിൻ വാർ കൂടിയുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം ഇസ്രായേൽ വാക്സിൻ അവർക്കെല്ലാവരും കൊടുത്തിട്ട് അവർ കോവിഡിൽ നിന്ന് വിമുക്തരായി എന്ന് അഭിമാനിക്കുമ്പോൾ ഗാസയിലുള്ളവർക്ക് വാക്സിൻ അത്യാവശ്യമുള്ളത് പോലും കൊടുത്തിട്ടില്ല എന്നൊരു പരാതി വലുതായിട്ട് വന്നിട്ടുണ്ട്. അത് വിശേഷിച്ചും അവർക്ക് എക്സസ് വാക്സിൻ ഉണ്ട്. സെനേക്ക വാക്സിൻ കൂടുതൽ അവർ പണ്ട് വാങ്ങിയിരുന്നു. വാങ്ങിയിരുന്ന വാക്സിനുകളെല്ലാം ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അത് ഉപയോഗിക്കാൻ പോലും അവർക്ക് ആഗ്രഹമില്ല. കാരണം അവർക്ക് മോഡേണയും ഫൈസറും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലും ഗാസയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഹമാസ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് കൊടുക്കാതെ അവരെ കൂടുതൽ ദുരിതത്തിലേക്കും കൂടുതൽ ട്രാജഡിയിലേക്കും നയിക്കുന്നു എന്നുള്ള പരാതി കൂടി ഉണ്ട് എന്ന് ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും. ശ്രീ പി കെ നിയാസ്, ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ എങ്ങനെ ഉരുത്തിരിയാനാണ് സാധ്യത? നമ്മൾ ചരിത്രത്തിൽ ധാരാളം തവണ കണ്ടിട്ടുണ്ട്, നിഷ്ഠൂരമായ അക്രമങ്ങൾ കണ്ടിട്ടുണ്ട്, ചെറുത്തുനിൽപ്പുകൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2014 നമ്മളത് കണ്ടു. ഇപ്പോൾ സവിശേഷമായിട്ടുള്ള, ഇപ്പോൾ മുൻപുണ്ടാകാത്തതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ കാണുന്ന ഒരു കാര്യം ഇസ്രയേലി നഗരങ്ങളിൽ ഉണ്ടായിട്ടുള്ള അൺറസ്റ്റാണ്. ഏറെക്കുറെ ആഭ്യന്തര സംഘർഷത്തിന് സമാനമായ വിധത്തിൽ ലോധടക്കമുള്ള നഗരങ്ങളിൽ വലിയ തോതിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നം നടക്കുന്നു. ഇത് കൈവിട്ടുപോയി എന്നുള്ള ഫീലിംഗ് ഇസ്രായേലിൽ ഉണ്ടാകില്ല. എങ്കിൽ പോലും കുറച്ച് സവിശേഷമായ സാഹചര്യമാണല്ലോ ഇപ്പോഴത്തെ ഈ 2021 അവസ്ഥയെ എങ്ങനെയാണ് കാണേണ്ടത്? താങ്കൾ അവിടെ നിന്ന് എങ്ങനെയാണത് നോക്കിക്കാണുന്നത്? നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ അധിനിവേശം, അതായത് ഏറ്റവും ലോങ്ങസ്റ്റ് അധിനിവേശം
എന്നുള്ളത് ഒരു പോയിന്റിലാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. കാരണം ഫലസ്തീൻ ജനത കഴിഞ്ഞ 70 വർഷമായി ശരിക്കും അധിനിവേശത്തിലാണ്. 1948 ഇസ്രായേൽ നിലവിൽ വന്നത് മുതൽ ഈ 2021 വരെ ഉള്ള കാലഘട്ടം നിങ്ങൾ നോക്കുക, ലോകത്ത് പല മാറ്റങ്ങളും ഉണ്ടായി. ഒരുപാട് അധിനിവേശങ്ങൾ നോക്കി, കൊളോണിയൽ ശക്തികൾ പല രാജ്യം കീഴടക്കിയതൊക്കെ പിന്നീട് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷെ ഫലസ്തീനുകൾക്ക് മാത്രം സ്വാതന്ത്ര്യം കൊടുക്കില്ല എന്ന ഒരു നിലപാടാണ് പൊതുവെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു പോയിന്റ് ഊന്നാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രയും ലോങ്ങസ്റ്റ് അധിനിവേശം നടന്നിട്ട് അതേസമയം വളരെ കുറഞ്ഞു. ഇപ്പൊ ഉദാഹരണം സുഡാന്റെ കാര്യം എടുക്കുക നിങ്ങൾ. ദക്ഷിണ സുഡാന് സ്വാതന്ത്ര്യം എത്ര പെട്ടെന്ന് വാങ്ങിക്കൊടുത്തു. അതിന് മുൻകൈ എടുത്ത് അമേരിക്കയായിരുന്നു. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് ഈസ്റ്റ് തൈമൂറിനെ വേർപെടുത്തി. അത് രണ്ടും ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു. അതിന് വേർപെടുത്താൻ വേണ്ടി ഈ ലോകശക്തികൾ ഇന്ന് അന്താരാഷ്ട്ര മുന്നോട്ട് വന്നു. പക്ഷെ ഫലസ്തീന്റെ കാര്യത്തിൽ ഇത്രയും കാലമായിട്ട് അവർക്കൊരു സ്വതന്ത്ര രാജ്യം എന്ന ഒരു സങ്കല്പം, ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഇതാണ് നാരായ അടിസ്ഥാനപരമായ കാരണം. ഒരു ജനതയെ അധിനിവേശത്തിന്റെ നുകത്തിൽ കെട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലോകം അതിനെ നോക്കി നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നം അത് പരിഹരിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ ഒരു ജനത സ്വാഭാവികമായിട്ടും അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത എക്കാലം ഉയർത്തി നിൽക്കും. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇസ്രായേലി നഗരങ്ങളിൽ നടക്കുന്ന അരക്ഷിതാവസ്ഥ, ഇപ്പൊ ലോത് മാത്രമല്ല, റംല, അതുപോലെ തന്നെ ഷേർ ബീഷ തുടങ്ങിയ ഒരുപാട് മേഖലകൾ, അറബ് ജനത കൂടുതലുള്ള മേഖലകളിലൊക്കെ തന്നെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെടുകയാണ്. ആ പ്രതിഷേധം സെക്ടേറിയൻ വയലൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രയാസമുള്ളത്. ഒരിക്കലും അത് സെക്ടേറിയനായി ആകാൻ പാടില്ല. പക്ഷെ അതൊക്കെ വഴിവെച്ചത് ഇസ്രായേലിന്റെ നിലപാട് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇസ്രായേൽ ഒരു നിയമം പാസാക്കി. എന്താണ് നിയമം? ഇസ്രായേലിനെ ഒരു ജൂതരാഷ്ട്രമായി പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ 1948 ഇസ്രായേൽ രൂപീകരിക്കുന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭയ്ക്ക് മുമ്പേ നൽകിയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അതായത് ഈ രാജ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഫലസ്തീനികളും അറബികളും അല്ലെങ്കിൽ ജൂതന്മാരുമായ എല്ലാവർക്കുമുള്ള രാജ്യമാണെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനത്തിൽ തികച്ചും അത് വ്യതിചലിച്ചുകൊണ്ട് അതൊരു ജൂതരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, അറബികളുടെ അവകാശങ്ങൾ മുഴുവൻ എടുത്തു മാറ്റുന്നു. ഇന്നും 63 നിയമങ്ങളെങ്കിലും ആന്റി ഫലസ്തീൻ നിയമങ്ങൾ ഇസ്രായേൽ നടപ്പാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അറബി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലാംഗ്വേജ്, അറബി പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഒന്നായ അറബിയെ അറബിക്കിനെ മാറ്റി, അറബിക്കിന് പ്രാധാന്യം നിഷേധിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ മൊത്തത്തിൽ ആ ജനതയെ അവരുടെ സ്വതന്ത്രമായി അവർ ജീവിക്കാനുള്ള എല്ലാ അവകാശവും, മൗലിക അവകാശങ്ങൾ ഇപ്പോൾ ലംഘിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ പ്രശ്നത്തിന്റെ നാരായ വേറെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഷേഖ് ജറ എന്ന് പറയുന്ന നെയ്ബർഹുഡിന്റെ വിഷയം മാത്രമല്ല, എല്ലാ കുറെ കാര്യങ്ങൾ ഒന്നിച്ചു വന്നപ്പോഴാണ് ഇതൊരു വലിയൊരു പ്രക്ഷോഭമായി രൂപപ്പെടുന്നത്. ഷേഖ് ജറയിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കിഴക്കൻ ജെറൂസലം എന്ന് പറയുന്നത് 1948 മുതൽ ജോർദാന്റെ കൈവശമുള്ള സ്ഥലമാണ്. 67 ഇസ്രായേൽ ആ യുദ്ധത്തിൽ പിടിച്ചടക്കിയതോടുകൂടി അതിന്റെ സ്വഭാവം മാറ്റുന്നു. മസ്ജിദുൽ അക്സ ഉൾപ്പെടുന്ന പ്രദേശം അത് മുഴുവൻ അതിന്റെ തനിമയും പവിത്രം നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ചെറുത്തു നിൽക്കാനുള്ള ഒരു വകുപ്പ്, ഒരു സംഘം ഉയർത്തി നിൽക്കുന്നു. ആദ്യം അത് കല്ലുകൊണ്ട് സംഭവിക്കുന്നു, പിന്നീട് അവർ ചാവേറുകളായി മാറുന്നു, ഇപ്പോഴത് റോക്കറ്റുകളായി മാറുന്നു. ഈ റോക്കറ്റ് വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്, ഒരു ജനത അവരിപ്പോ ഇവർ പുറത്തുവിടുന്ന റോക്കറ്റുകൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഇസ്രായേലിന് വലിയ ക്ഷീണം ഉണ്ടാക്കില്ലെങ്കിലും അവരുടെ അയൺ ഡോമിന് പണിയെടുത്ത് അത് തളർന്നുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്കന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നിരന്തരമുള്ള റോക്കറ്റുകളെ നിർവീര്യമാക്കിക്കൊണ്ട് അവസാനം അത് ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത് 90% ഞങ്ങൾക്ക് നിർവീര്യമാക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. അപ്പൊ 10% അപ്പോഴും പ്രശ്നമുണ്ട്. അപ്പൊ ഇതൊരു കാര്യമായി നിലനിൽക്കുമ്പോൾ പൊതുവെ തന്നെ ഒരു ജീവിക്കാൻ വേണ്ടി, അതായത് നേരത്തെ സൂചിപ്പിക്കേണ്ടവിടെ ഗസയിലെ കാര്യം പറയണ്ടായി, ഒരു ഫിഷർമാൻ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കാനുള്ള അവകാശം പോലും കഴിഞ്ഞ ആഴ്ച നിഷേധിച്ചു. കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഇസ്രായേൽ ഫുൾ ബ്ലാങ്കറ്റ് ബാനായി. എന്താ? മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. എങ്ങനെ ഉപജീവനം കഴിക്കും? മാത്രമല്ല, നേരത്തെ തന്നെ അവർ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്, 6 നോട്ടിക് മൈലിനപ്പുറത്തേക്ക് ഗസയിലെ ഫിഷർമാന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ജനതയെ പട്ടിണിടുക്കുകയാണോ ചെയ്യുന്നത്. ഗസ എന്ന് പറയുന്നത് ഇസ്രായേലിന് ഏത് സമയത്തും കയറി മേയാനുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. അവിടെയാണ് തിരുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പൊ ഇലക്ഷൻ നീട്ടിവെച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ, മെയ് 19 നടക്കേണ്ട ഇലക്ഷൻ അത് നീട്ടിവെച്ചു. ഇത് യഥാർത്ഥത്തിൽ ഫത്തഹും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിട്ടുണ്ട്. കാരണം തുർക്കിയിൽ ഈ അടുത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ 2 കക്ഷികളും, അതായത് ഫത്തഹും ഹമാസും തമ്മിലൊരു ധാരണ ഉണ്ടായി. ആ ധാരണ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ആ ഇലക്ഷൻ നടക്കാൻ തീരുമാനിച്ചതിന് ശേഷം ജെറൂസലമിൽ, കിഴക്കൻ ജെറൂസലമിൽ വോട്ടിങ്ങിന് ഫലസ്തീനുകൾക്ക് വോട്ട് ചെയ്യാൻ ഇസ്രായേൽ അനുവദിക്കുകയില്ല എന്ന ഒരു മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടാണ് മഹ്മൂദ് അബ്ബാസ് ഒരു സുപ്രഭാതം കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. ഇലക്ഷൻ നീട്ടിവെച്ചിരിക്കുന്നു. എന്താ കാരണം?
മഹമ്മൂദ് അബ്ബാസ് എന്ന് പറയുന്നത് വയോവൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം കഴിഞ്ഞ 15-20 കൊല്ലമായി ഒരു തെരഞ്ഞെടുപ്പിനും നേരിടാതെ അങ്ങ് പ്രസിഡന്റായി വാണരുകയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഹമാസ് വെസ്റ്റ് ബാങ്കിലും കയറും, വെസ്റ്റ് ബാങ്കിലും ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. അത് ഇസ്രായേലിനുമുണ്ട്. കാരണം ഇപ്പോൾ ഗസ മാത്രമേ ഹമാസിന്റെ കയ്യിലുള്ളൂ. പക്ഷെ വെസ്റ്റ് ബാങ്കിൽ കൂടി അധികാരം കിട്ടുകയാണെങ്കിൽ ഹമാസിന് ഇസ്രായേലിനുമായിട്ടുള്ള കൂടുതൽ സമീപസ്ഥമാവുകയാണ്. ഇസ്രായേലിന് ഏത് സമയത്തും ഇസ്രായേലിന് ഭീഷണി മുഴക്കാൻ കഴിയുന്ന ഒരു പര്യാപ്തമായ ഒരു അവസ്ഥ വരുന്നു. കാരണം വെസ്റ്റ് ബാങ്കിൽ നിന്നും കിഴക്കൻ ജെറൂസലേമിലുള്ള അകലം വളരെ കുറവാണ്. അപ്പൊ ഇതൊക്കെയുള്ളൊരു കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഫലസ്തീനുകളുടെ ജീവിത നിലവാരം തകർക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഷേഖ് ജറാൻ നെയ്ബർഹുഡിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഡെമോഗ്രഫിക് ബാലൻസ് തകർക്കുക എന്നതാണ്. ഡെമോഗ്രാഫിക് ബാലൻസ് അതിൽ ജൂത പങ്കാളിത്തം കൂട്ടുക എന്ന ലക്ഷ്യം അതിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. ഡോക്ടർ സജാദ് ഇബ്രാഹിം, ഷെയ്ഖ് ജാറയിൽ നിന്ന് 6 പലസ്തീൻ കുടുംബങ്ങളെ പുറത്താക്കാനുള്ള കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട സമയം മെയ് മാസത്തിലായിരുന്നു, മെയ് 2 ആയിരുന്നു. വലിയ തോതിൽ ഈ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ 60 വർഷത്തിലധികമായി താമസിക്കുന്ന ആളുകളെ അവരുടെ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുക, ജൂത സെറ്റിൽമെൻറ്റുകൾ വിപുലീകരിക്കുക, ഈ എക്സ്പാൻഷൻ പ്ലാനാണ് എല്ലാ കാലത്തും പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരു തരത്തിലും നിർത്താതെ ഇതേ മട്ടിൽ മുന്നോട്ട് പോവുക, അന്താരാഷ്ട്ര സമൂഹം മറുവശത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണാതെ പോവുക, പലസ്തീൻ മനുഷ്യരെ അവർ പിറന്ന മണ്ണിൽ നിന്ന് പറിച്ചു മാറ്റുന്നു, ഗസ പോലെയുള്ള ഇടത്ത് ബോംബിടുന്നു, ഇതൊക്കെ അങ്ങനെ നടന്നോട്ടെ, ഇസ്രായേൽ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന മട്ടിൽ നമ്മുടെ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന ആവട്ടെ, അമേരിക്ക ആവട്ടെ, അതല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം എന്ന് വിളിക്കുന്ന ലോക രാഷ്ട്രങ്ങളാവട്ടെ, ഇവർ എല്ലാ കാലത്തും ഇതേ നിലപാടിൽ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ തുടരുന്നത്? ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ ലോകത്ത് ഐക്യരാഷ്ട്ര സംഘടന ക്രിയേറ്റ് ചെയ്ത, അതായത് സൃഷ്ടിച്ച ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. 1948 എന്ന് പറഞ്ഞാൽ അന്ന് ഐക്യരാഷ്ട്ര സംഘടനയിൽ തേർഡ് വേൾഡ് 3-ാം ലോക രാഷ്ട്രങ്ങളൊന്നും വന്നിട്ടില്ല. ആഫ്രിക്കയെന്നോ ഏഷ്യയെന്നോ ലാറ്റിൻ അമേരിക്കയെന്നോ വളരെ ചുരുങ്ങിയ രാജ്യങ്ങൾ മാത്രമേ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടുകൂടി വളരെ തന്ത്രപരമായിട്ടാണ് പാലസ്തീൻ എന്ന രാജ്യം ഡിവൈഡ് ചെയ്ത് ജൂതന്മാർക്ക് വേണ്ടി കൊടുക്കപ്പെടുന്നു. അതിന് 10-30 വർഷം മുമ്പേ കുടിയേറ്റം ചെയ്തു ഇത് ജൂതന്മാർക്കുടെ ഒരു അവകാശമായിട്ട് മാറ്റപ്പെടുന്നു. അത് നമ്മൾ 1920 ഒരു 45 വരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാം ലോക യുദ്ധം വരെയുള്ള സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. പക്ഷേ 40-50 ശേഷം ഐക്യരാഷ്ട്ര സംഘടന ഏറ്റവും കൂടുതൽ ജനറൽ അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമങ്ങളും വന്നിട്ടുള്ളത് ഇസ്രായേലിനെതിരെ വന്നിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ അപലപിക്കുന്നുണ്ട്, ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു പുല്ല് വില പോലും കൊടുത്തിട്ടില്ല. കാരണം സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്കയുടെ വീറ്റോ പവർ ഉള്ളിടത്തോളം കാലം എപ്പോഴും അമേരിക്ക ഇസ്രായേലിൽ പിന്താങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് ഇസ്രായേലിന് അമേരിക്ക പിന്താങ്ങുന്നു? വളരെ ലളിതമാണ്. ഇസ്രായേലിൻ്റെ ശക്തി അത്രമാണ്. ജൂത ലോബികൾ അമേരിക്കയിൽ വളരെ ശക്തമാണ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി എടുത്താലും ഡെമോക്രാറ്റിക് പാർട്ടി എടുത്താലും അവരെയെല്ലാം ഭരിക്കുന്നതും അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നതും ജൂത ലോബികളാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇന്ന് ലോകം ഭരിക്കുന്നത് തന്നെ ഈ പറഞ്ഞ ഇസ്രായേലി ലോബികളുടെ കമ്പനികളും ബിസിനസ് സാമ്രാജ്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ലോകത്ത് ഒരു രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ വിരൽ ചൂണ്ടാൻ തയ്യാറാവില്ല. വളരെ സിമ്പിളാണിത്. നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ 1991 ശേഷം ആ വഴിക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ അവരാഗ്രഹം സാധിച്ചെടുക്കാൻ കഴിയും. ഇന്നിപ്പോൾ ഈ അറബ് രാജ്യങ്ങളിൽ പോലും ആ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇത്രയും കാലം അവരും എതിർത്ത് നിന്നു. പക്ഷേ ഇപ്പോൾ അവർക്കും മനസ്സിലായി ജൂതന്മാരും അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എതിർക്കുന്ന 1-2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഇറാനാണ്. അതുകൊണ്ടാണ് ഇറാനെതിരെ ഇത്രമായ ശക്തമായ നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇപ്പോൾ ടർക്കി ഉൾപ്പെടെ രാജ്യങ്ങളും കുറച്ചൊരു ഇത് കാണിക്കുന്നുണ്ട്, എതിർപ്പ് കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത് ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തമായ ഭാഷ്യത്തിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പാലസ്തീനെതിരെ ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള അവരൊരു വലിയൊരു ആഗ്രഹമുണ്ട്, സ്വപ്ന പദ്ധതിയാണ്. അതനുസരിച്ച് ഗാസ, വെസ്റ്റ് ബാങ്ക്, ഈ ജെറുസലേം തുടങ്ങിയ എല്ലാ ഭാഗത്തും ജൂത സമൂഹം മാത്രമായിരിക്കണം എന്നുള്ളൊരു സങ്കല്പമാണ്. അതനുസരിച്ചാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാലസ്തീനികളെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു സ്വപ്നമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ അഴിച്ചുവിടപ്പെട്ട ഈ പറഞ്ഞ സുപ്രീം കോടതി പോലെ ജനാധിപത്യ രാഷ്ട്രീയമാണ് ഇസ്രായേൽ, അത് ഓർക്കണം.
അവിടെ പോലും ജനാധിപത്യ മര്യാദകൾ ഒരു രീതിയിലും അവർ അംഗീകരിക്കുന്നില്ല. ആ രീതിയിലല്ല മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ശരി, ശ്രീ സ്റ്റാൻലി ജോണി, ഇപ്പോൾ 80-ലധികമായി മരണം ഗാസയിൽ, അതിൽ 17 കുഞ്ഞുങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തും ഒരു കുട്ടി 6 വയസ്സോ 7 വയസ്സോ ഉള്ള ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക്, ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒക്കെ വിചാരിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇസ്രായേലിന് ഇഷ്ടമുള്ളിടത്തോളം ദിവസം, എത്ര ആഴ്ചയോ അത്രയും ആഴ്ച ഗസയിൽ ബോംബിട്ടോട്ടെ, അതല്ലെങ്കിൽ ഇനി കരയുദ്ധം നടത്തണമെങ്കിൽ അത് നടത്തിക്കോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുമോ? ട്രംപിനെ പോലെയുള്ള ഒരു സമീപനം ബൈഡന് അക്കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുമോ? അതോ ഒരു ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടാകും ഇസ്രായേലിന് മേൽ ഈ ബോംബിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, വിചാരിക്കുന്നില്ല. ഇസ്രായേലില് ഒരു കാലത്തും കാര്യമായിട്ടുള്ള ഇന്റർനാഷണൽ പ്രഷർ അനുഭവിച്ചിട്ടില്ലാത്തൊരു രാജ്യമാണ്. അങ്ങനെ ഒരു ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓക്കുപ്പേഷൻ ഇങ്ങനെ, എത്ര യു എൻ സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ഉണ്ട്, എത്ര UN ജനറൽ അസംബ്ലി റെസൊല്യൂഷൻസ് ഉണ്ട് ഇസ്രായേലിനെ പറ്റി. 1967 പിടിച്ചെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ഉണ്ട്. അത് 1967 ജൂൺ മാസത്തിൽ തന്നെ പാസ്സാക്കിയതാണ്. 1967 ജൂൺ, എത്ര വർഷം കഴിഞ്ഞു? അപ്പൊ ഇതുവരെ യാതൊരു ഇസ്രായേലിന് അതൊന്നും ഈ പിടിച്ചെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പിൻവാങ്ങാനായിട്ടുള്ള യാതൊരു ഇന്റർനാഷണൽ പ്രഷറും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോ അമേരിക്ക ഒരു സ്പെഷ്യൽ ഓൺവോയിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ ഈജിപ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഹമാസുമായി ചർച്ച നടത്തും എന്നുള്ളത്. അതുപോലെ ഇവര് സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടക്കും. പക്ഷെ അത് നെഗോഷിയേഷൻസ് ആണ്. നിങ്ങൾ ചർച്ച ഫെസിലിറ്റേറ്റ് ചെയ്യലാണ്. അത് ചെയ്യാൻ ആളുണ്ടാവും. അത് അമേരിക്ക പണ്ടും ചെയ്തിട്ടുണ്ട് അല്ലെ, പല സ്ഥലങ്ങളിലായിട്ട്. പല പീസ് പ്രോസസ്, 2 ക്യാമ്പ് ഡേവിഡ് ഉണ്ടായിട്ടുണ്ട്, മെറിലാൻഡില് കോൺഫറൻസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല കോൺഫറൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ ഐക്യരാഷ്ട്രസഭയുടെ കാര്യം പറഞ്ഞു. ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വ്യോമാക്രമണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു റെസൊല്യൂഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, വരില്ല. കാരണം അത് അമേരിക്ക വീറ്റോ ചെയ്യും. അമേരിക്ക വീറ്റോ ചെയ്തില്ലെങ്കിൽ ഫ്രാൻസ് വീറ്റോ ചെയ്യും. ഫ്രാൻസ് ചെയ്തില്ലെങ്കിൽ ബ്രിട്ടൻ വീറ്റോ ചെയ്യും. ചൈന അബ്സ്റ്റെയിൻ ചെയ്യും. റഷ്യ മാത്രമാണ് പിന്നെയും ഈ കാര്യത്തിൽ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നിലപാട് എടുക്കുന്നത്. കാരണം നമ്മൾ ലോക രാജ്യത്തിലെ നേതാക്കന്മാരുടെ നിലപാടുകളൊക്കെ നോക്കുക. ചൈന പറയുന്നത് UN ഹാസ് ടു ഡു സംതിങ്, എല്ലാ സൈഡും റീസ്ട്രെയിൻ പാലിക്കണം. അമേരിക്കയുടെ നിലപാട്, അമേരിക്ക പറയുന്നത് സമാധാനം പുലരണം, പക്ഷെ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അതുപോലെ റഷ്യയാണ് പറയുന്നത് ഇസ്രായേൽ സെറ്റിൽമെന്റ് ആക്ടിവിറ്റീസ് നിർത്തിവെക്കണം, ഇസ്രായേൽ ഹാസ് ടു ഷോ റീസ്ട്രെയിന്റ് എന്നുള്ള അതൊരു പൊസിഷനാണ്, ഒരു സ്ട്രോങ് പൊസിഷനാണ്. അത് കാണാൻ കഴിഞ്ഞത് റഷ്യൻ ഗവൺമെന്റിൽ നിന്ന് മാത്രമാണ്. ഇപ്പോ നമ്മൾ ലോകരാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നെതന്യാഹു ഇത് പ്രതീക്ഷിച്ചോ ഇല്ലയോ എന്നത് വേറെ കാര്യം. പക്ഷെ ഇനിയൊരു പുറകോട്ട് പോക്ക് നെതന്യാഹുവിന് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. കാരണം ജെറൂസലേമിൽ ഇസ്രായേലി സൈന്യം ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് നെതന്യാഹുവിന് ഒരു ഓപ്ഷൻ ആയിരുന്നു. കാരണം ഞാനാണ് നിങ്ങളുടെ ശക്തനായിട്ടുള്ള ഭരണാധികാരി, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും ജെറൂസലേമിൽ. പക്ഷെ ഇതിപ്പോ ജെറൂസലേമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇത് ഓൾറെഡി 7 ഇസ്രായേലികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ. ആൻഡ് ഇസ്രായേലിലെ പട്ടണങ്ങളിൽ മുഴുവനും കലാപങ്ങൾ പുറപ്പെടുകയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ആൻഡ് ഡിഫൻസ് ക്രൈസിസ് ആണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. 2006 യുദ്ധത്തിന് ശേഷം യഹൂദ് ഓൾമർട്ടിന്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഇല്ലാതായി പോയി ഇസ്രായേലിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയൊരു പുറകോട്ട് പോക്ക് നെതന്യാഹുവിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. അപ്പോ ശരിയാണ്, നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്താൽ സമാധാനത്തിനുള്ള നെഗോഷിയേഷൻസ് ഉണ്ടാകാം. അമേരിക്ക ഒരു ദൂതനെ അയച്ചു കഴിഞ്ഞു, അവര് സമാധാനത്തിന് വേണ്ടി ആവശ്യപ്പെടാം. പക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രഷർ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് നേരിടും എന്ന് ഞാൻ നിലവിൽ വിശ്വസിക്കുന്നില്ല. യെസ്, അതാണ് എല്ലാ കാലത്തും ഇസ്രായേലിന് അങ്ങനെ ഒരു സംരക്ഷണ കവചം ഉണ്ടായിരുന്നു. ശ്രീ പി കെ നിയാസ്, ഈ അറബ് രാഷ്ട്രങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഈ സമീപ കാലത്ത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിയിരുന്നു, അതല്ലെങ്കിൽ നല്ല നിലയ്ക്കുള്ള എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളാണ് പ്രധാനപ്പെട്ട ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ തന്നെയും. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായ നിലയ്ക്ക് ഇത് ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള നിലയ്ക്കുള്ള വളരെ ശക്തമായ ഇടപെടലാണോ അതോ ആലങ്കാരികമായ ഇടപെടലാണോ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ രംഗത്ത്, അതായത് അറബ് ലീഗ്, OIC, അതുപോലെ തന്നെ GCC എന്നീ 3 കൂട്ടായ്മകളാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് എല്ലാ ചർച്ചകളും അവർ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം അറബ് ലീഗിന്റെ ചർച്ച നടന്നു, ഖത്തറിന്റെ ചെയറിലാണ് നടന്നത്.
അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നില്ലേ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ട്രംപിന്റെ കാലത്ത് ഒപ്പുവെച്ച എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ആ കരാർ അല്ലെങ്കിൽ ഡീൽ ഓഫ് ദ സെഞ്ചുറി, നൂറ്റാണ്ടിന്റെ കരാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫലസ്തീൻ എന്നൊരു പ്രശ്നത്തിൽ അതുമായി ബന്ധപ്പെട്ട ജനതയുമായി ഒരു നിലക്കും ബന്ധപ്പെടാതെ അതിന് പുറത്തുള്ള ആളുകളുമായിട്ട് കരാർ ഒപ്പിടുന്ന അപഹാസ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എബ്രഹാം അക്കോർഡിൽ സംഭവിച്ചത്. അതായത് പുറത്തുള്ള ചില രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പിട്ടു, എന്നിട്ട് അവർ ഫലസ്തീൻ ജനതയെ അവർ ഡിക്റ്റേറ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതിൽ ഒരുപാട് അറബ് രാജ്യങ്ങൾക്ക് ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, അത് നേരത്തെ നമുക്കറിയാം 2002 കിങ് അബ്ദുള്ള രാജാവ്, സൗദി രാജാവ് ഇതിന്റെ നേതൃത്വത്തോടെ അറബ് ലീഗ് മുന്നോട്ട് വെച്ചൊരു നിലപാടുണ്ടല്ലോ. അതായത് 67 യുദ്ധത്തിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുത്താൽ, അതായത് കിഴക്കൻ ജെറൂസലം, വെസ്റ്റ് ബാങ്ക്, ഗസ എന്നീ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് കിഴക്കൻ ജെറൂസലം ആസ്ഥാനമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാവുകയാണെങ്കിൽ ആ മണിക്കൂറിൽ ഞങ്ങൾ ഇസ്രായേലുമായിട്ട് നയതന്ത്രബന്ധം സ്ഥാപിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇസ്രായേലിന്റെ ഉന്മൂലനം പ്രഖ്യാപിച്ച ഹമാസ് തങ്ങളുടെ ചാർട്ടർ പോലും മാറ്റി ഈ 67ലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ചില രാജ്യങ്ങൾ, ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, ചില രാജ്യങ്ങൾ, ഇപ്പൊ 4 അറബ് രാജ്യങ്ങൾ പിന്നെ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പുവെച്ചു. ആ കരാർ ഒപ്പുവെച്ച് ഈ അറബ് രാജ്യങ്ങൾ ഇപ്പൊ ധർമ്മസങ്കടത്തിലാണ്. കാരണം അവർ ഈ ഫലസ്തീനികളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ നോക്കി നിൽക്കാൻ കഴിയും? ഇതൊരു പ്രശ്നമാണ്. അതുപോലെ കരാർ ഒപ്പുവെക്കും. ട്രംപ് പറഞ്ഞത് 10 രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനിയും ചില രാജ്യങ്ങൾ വരാനുണ്ടായിരിക്കും. പക്ഷെ അത് ഈ അവസരത്തിൽ അവർ ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ള വിഷയം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആര് സഹായിച്ചാലും ഇല്ലെങ്കിലും ഫലസ്തീനിലെ പൊരുതുന്ന ജനത, പ്രത്യേകിച്ച് ഹമാസിന്റെ കീഴിൽ, അവരതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമുക്കറിയാം 2014 55 മുതൽ 60 ദിവസം വരെ അവർ പിടിച്ചു നിന്നു. എത്രയോ ആളുകളെ കൂട്ടക്കൊല ചെയ്തു. എന്നിട്ടും ഹമാസ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ ഇവരുടെ നിലപാട് എന്ത് തന്നെയായാലും പിന്നെ ഈ ഫലസ്തീൻ ജനത ഈ വിഷയത്തിൽ അവരുടെ ശക്തമായ നിലപാട്, പോരാട്ട നിലപാടുമായി മുന്നോട്ട് തീർച്ചയായിട്ടും അങ്ങനെ അതിജീവന ശേഷിയുള്ള ഒരു ജനതയാണ് ഫലസ്തീനിലേത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ. വളരെ നന്ദി ശ്രീ പി കെ നിയാസ്, ശ്രീ സജാദ് ഇബ്രാഹിം, ശ്രീ സ്റ്റാൻലി ജോണി, ശ്രീ അംബാസഡർ ശ്രീ ശ്രീനിവാസൻ, ശ്രീ വിൻസെന്റ് ചർച്ചയിൽ പങ്കെടുത്തതിന്.